ഹായ്. ഹായ്. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആനന്ദ് കൃഷ്ണൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം കല്യാണി. കുറച്ചു നാളായി നമ്മൾ അല്പം അകലത്തിലായിരുന്നെങ്കിലും അങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ. അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നല്ലോ നമ്മള്. ആ അടുപ്പത്തെയാണ് ഈ കൊറോണ കാലം അകലമാക്കി മാറ്റിയത്. എങ്കിലും അവരവരുടെ വീടുകളിൽ തന്നെ ഇരുന്ന് മനസ്സിന്റെ ഒരുമ കൊണ്ട് കൊറോണ കാലത്തെ അതിജീവിച്ച് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് മുൻകരുതലുകളോടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരുപാട് നാളത്തെ ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഞങ്ങൾക്ക്. അതെല്ലാം സീരിയലിലൂടെ നിങ്ങൾക്ക് കാണാം. നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുമ്പോ ഇനി അങ്ങോട്ടുള്ള കഥയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പിരിമുറുക്കവും ശക്തിയുണ്ട്. ഇത് വെറുതെ പറയുന്നല്ല കേട്ടോ. ആ ഒരു ത്രില്ലോട് കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടെന്ന് പറയാറില്ലേ? അതെ. കണ്ട പാതിയേക്കാൾ മനോഹരമാണ് കാണാത്ത പാതി. പറഞ്ഞു നീട്ടുന്നില്ല, ഞങ്ങൾ വരികയാണ്. ഒപ്പം ഉണ്ടാവണം നിങ്ങളും നിങ്ങളുടെ സ്നേഹവും. അപ്പൊ കാണണം. ഇനിയും വൈകിയ എനിക്ക് എന്റെ കല്യാണിയെ നഷ്ടപ്പെടും. എല്ലാം ഇപ്പൊ തന്നെ അമ്മയോട് തുറന്നു പറയാൻ പോവാ. നീ ഇപ്പൊ നിന്റെ അമ്മയോട് നിന്റെ ഇഷ്ടം പറയുമ്പോ നീ വിചാരിക്കുന്ന പോലെ അവൾ നിന്നെയോ കല്യാണിയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പകരം അവൾ ഇനി ജീവിക്കേണ്ടത് സ്വയം തീരുമാനമെടുക്കും. 50 ജോഡികളുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ എന്റെയും ഗംഗയുടെയും കല്യാണം? അതെ, ആ 50 ജോഡികളുടെ ആശീർവാദത്തോടുകൂടി വേണം നിങ്ങളുടെ കല്യാണം നടക്കാനെന്ന് ഗുരുജി പറഞ്ഞിരിക്കുന്നത്. ആദ്യ 50 ജോഡികളുടെ കൂട്ടത്തിൽ കല്യാണിയുടെ കല്യാണവും നടക്കും. അതിനുശേഷം ഗംഗയുടെ കല്യാണം. അപ്പോ കല്യാണി ആരെ കൊണ്ട് കെട്ടിക്കുന്ന ബ്രോ പറയുന്നത്? കല്യാണിയെ ആ സമൂഹ വിവാഹത്തിൽ വെച്ച് ഞാൻ കെട്ടുവെന്ന്. ആ ഗംഗയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു മാർഗം കിട്ടിയിട്ടുണ്ട്. അതെന്ത് മാർഗം വലിയുഞ്ഞേ? ഐഡിയ കൊള്ളാം വലിയുഞ്ഞേ. പക്ഷേ ഈ മൈക്ക് ഗംഗയുടെ മുറിയിൽ എങ്ങനെ വെക്കും? ആര് വെക്കും? അതല്ലേ പ്രശ്നം. നീ കൊണ്ടുവയ്ക്കണം. നാളെ തട്ടാൻ ഇവിടെ വെച്ച് പൊന്നുരുക്കി ഉണ്ടാക്കുന്ന താലിയ ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്നത്. പൊന്നുരുക്കുന്ന സമയത്ത് ആ താലി ആരുടെ കഴുത്തിലാണോ വീഴാൻ പോകുന്നത് ആ പെൺകുട്ടി പാൽപായസം വയ്ക്കണമെന്ന ആചാരം. അതുകൊണ്ട് ഇവിടെ താലിക്ക് പൊന്നുരുക്കൽ നടക്കുമ്പോൾ നീ ആ സമയത്ത് ഔട്ട് ഹൗസിൽ പാൽപായസം വയ്ക്കണം. അയ്യോ, നീ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല തൃച്ചംബരത്ത് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചില തെളിവുകൾ കൂടി കിട്ടിയാ പിന്നെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഈശ്വരൻ എന്റെ കൂടെയാ. അതുകൊണ്ട് തന്നെ നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആന്റി, ആന്റി, എന്തോ കുഴപ്പമുണ്ട്. വിരളി പിടിച്ച് നിൽക്കാണെന്നാ തോന്നുന്നത്. തലവെച്ച് കൊടുക്കണോ? മതം ഇളകി നിൽക്കാറുള്ള അഖിലാണ്ടേശ്വരിയെ തളച്ചേക്കുന്നു. പിന്നെയാണോ ഇവള്? ഇതൊക്കെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യും ഈ വിലാസിനി. നീ വാ. ഗംഗേ, എന്തു പറ്റി ഗംഗേ? ആകെ മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നല്ലോ. എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ ടെൻഷന്റെ കാരണം എന്താന്ന്. ആ പായസം താഴെ പോയതല്ലേ കാരണം? അതൊന്നും സാരമില്ലെന്നേ. എന്ത് നിസ്സാരമല്ലേ? തട്ടിപ്പോയത് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ പായസം അല്ല. താലി പണിയുന്ന സമയത്ത്
ആ താലി കഴുത്തിലേറേണ്ട കല്യാണ പെണ്ണ് നിവേദ്യമായി ഉണ്ടാക്കിയ പായസം. അതെ, അതൊക്കെ അറിയാം. ഇതൊക്കെ വെറും ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അല്ലേ? ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. അതെ അതെ, മാത്രമല്ല വേറെ പായസം വെച്ചല്ലോ. ഇതൊക്കെ വിശ്വാസമുള്ളവർക്കേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വിശ്വാസം മണ്ണാങ്കട്ട. വിശ്വാസം എന്നതിനെ നീ അങ്ങനെ പുച്ഛിച്ച് തള്ളണ്ട. ആ തുറുപ്പിച്ചിട്ട് ഇറക്കി കളിച്ച ഇവിടുത്തെ അടുക്കളക്കാരി അരമനയ്ക്ക് അടുത്ത് വരെ നിൽക്കുന്നത്. ആ വിശ്വാസത്തിന് ഈ തൃച്ചംബരത്ത് ഒരുപാട് വിലയുണ്ട്. ഗംഗേ, ആ വിശ്വാസമൊക്കെ നമ്മൾ തകർക്കും. എന്നിട്ട് ആ ഡ്രൈവറെയും അടുക്കളക്കാരി പൂതനെയും തൃച്ചംബരത്ത് നിന്ന് പുറത്താക്കി ചാണക വെള്ളം തളിക്കും. ഒരു ചുക്കും ചെയ്യില്ല. വന്നു കയറി നാളെ മുതൽ ഇത് കേക്ക്. അവളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. രാമായണത്തിലെ മന്ദരയിൽ മഹാഭാരതത്തിലെ ശകുനിക്ക് ജനിച്ചതാണത്രേ. എന്തൊക്കെ വിശേഷണങ്ങളായിരുന്നു. ഒക്കെ വെറുതെയാ, വെറും പാഴ് വാക്കുകള്. ഗംഗേ, നീ ഷടാ, ഇറങ്ങിക്കോണേ ഇവിടുന്ന്. ഇറങ്ങാൻ. ഇനി എനിക്ക് ആരുടെ ഒരു ഉപദേശവും കേൾക്കണ്ട. ഗംഗേ, Get out, I say. ആന്റി, ഇനി നിൽക്കുന്നത് അത്ര പന്തിയല്ല. അവളാകെ വയലന്റാ. ഇറങ്ങി പോകാൻ. ആന്റി, ഇനി ഇവിടെ നിന്ന് ഒട്ടും ശരിയാവില്ല. വാ പോവാന്ന്. വാ. ഇത്തിരി പായസം താഴെ വീണന് ഇതാണ് പുകിലെങ്കിൽ വല്ല ബിരിയാണിയോ മറ്റോ താഴെ വീണിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നെ പുകില്. നിക്കടി. എങ്ങോട്ടായി ഈ താലപ്പൊലി എടുത്തോണ്ട്? ഗംഗാ മാഡത്തിന് സൂപ്പ് കൊടുക്കാൻ. അയ്യോ പാവം, അധ്വാനിച്ച് ക്ഷീണിച്ച് നിക്കല്ലേ അവള്. ഇപ്പൊ പച്ച വെള്ളം പോലും കൊടുക്കരുത് അവക്ക്. അല്ലെങ്കിൽ തന്നെ ഇന്നിത്തിരി കൊഴുപ്പ് കൂടി തലയ്ക്ക് പിടിച്ച് നിക്ക അവള്. അതിന്റെ കൂടെ ഇനി സൂപ്പ് കൂടെ കുടിച്ചാ അവള് ബോധം കെട്ട് വീഴും. മാഡം അത് കൊണ്ടുപോടി. നിക്ക് നിക്ക് നിക്ക്. ഏതായാലും കൊണ്ടുവന്ന അന്ന മടക്കി കൊണ്ടുപോകാൻ പാടില്ലെന്നാ. അന്ന നിഷേധിക്കുന്ന ദോഷമല്ലേ. ഇനി തന്നേക്കേ. നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയത്തിന് ശേഷം വിളിക്കുക. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ലാൻഡ് ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ഇതാരാ? ശ്രീനേട്ടനാണോ? പ്രിയങ്ക എവിടെ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹലോ ഗംഗ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. അത് ഗംഗെ, മുംബൈയിൽ വെച്ച് ചന്ദ്രപ്രതാപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനെ ജാമ്യത്തിലിറക്കാൻ പ്രിയങ്ക മുംബൈയിലേക്ക് പോയി. അതിന് പ്രിയങ്ക എന്തിനാ പോകുന്നേ? നമ്മുടെ വക്കീലില്ലേ? അതിലെന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രിയങ്ക ചെന്നില്ലെങ്കിൽ അവൻ പല രഹസ്യങ്ങളും വിളിച്ചു പറയുന്നുള്ള ഭീഷണിയുണ്ട്. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിലെടുക്കാനാ
പ്രിയങ്ക ഇപ്പൊ പോയിരിക്കുന്നത്. നിന്നോട് ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചപ്പോ നീ അത് അറ്റൻഡ് ചെയ്തതുമില്ല. ഇപ്പൊ പ്രിയങ്ക വിമാനത്തിലായിരിക്കും, അതാ വിളിച്ചിട്ട് കിട്ടാത്തത്. ശ്രീനേട്ടാ, ഇവിടെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. എല്ലാത്തിനും തടസ്സങ്ങളാണ്. പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങളുടെ അപ്ഡേറ്റ് എനിക്കറിയാം. കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഫോണിലൂടെയുള്ള സംസാരം അപകടം. നമുക്ക് നേരിട്ട് കാണാം. അതുമാത്രമല്ല, നിന്റെ ലക്ഷ്യത്തിലെത്താനായി ചില കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുമുണ്ട്. അത് നടപ്പിലായാൽ എല്ലാം സക്സസ് ആവും. അതെല്ലാം നേരിട്ട് പറഞ്ഞാലേ ശരിയാവും. അത് വെച്ച് താമസിപ്പിക്കാനുള്ള സമയവുമില്ല. മാഡം, ക്ലീൻ ചെയ്യാൻ. ഹലോ ഹലോ, കല്യാണപ്പെണ്ണ് പായസമൊക്കെ വെച്ച് കഴിഞ്ഞോ? വെച്ചു. ഒരു താലി ഏറാൻ 2 പെൺകുട്ടികൾ പായസം വെക്കുന്നത് തൃച്ചംബരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും വലിയുഞ്ഞെ. ആ പാപവും കല്യാണിക്ക് തന്നെയാ. ഏയ് കല്യാണി, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. നിന്റെ വിളിപ്പുറത്തമ്മ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല. വലിയുഞ്ഞ് എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കല്യാണി, താലിക്ക് പൊന്നുരുക്കുന്ന സമയത്ത് കല്യാണപ്പെണ്ണ് പായസം വെക്കണമെന്നല്ലേ? ഗംഗ വെച്ച പായസം തട്ടിക്കമിഴ്ന്ന് പോവുകയും ചെയ്തു. നീ മാത്രമേ കൃത്യസമയത്ത് പായസം വെച്ചുള്ളൂ. സത്യാണ് വലിയുഞ്ഞി പറയണേ? ആ സത്യം. ആ താലി കയറാൻ പോകുന്നത് കല്യാണിയുടെ കഴുത്തിൽ തന്നെയാ. ഇപ്പൊ ഉറപ്പായില്ലേ? ചേച്ചി, വലിയുഞ്ഞെ, ഞാൻ പിന്നെ വിളിക്കാം. ചേച്ചി, നല്ല പായസത്തിന്റെ മണം വരുന്നുണ്ടല്ലോ. എന്താ ചേച്ചി ഇന്ന് വിശേഷം? ആഹാ, നല്ല മണം. എനിക്ക് കുറച്ച് താ, മണം കേട്ടിട്ട് കൊതിയാവുന്നു. അയ്യോ അനിയൻകുട്ടാ, അത് നേദിക്കാനുള്ളതാ, നമ്മൾ കുടിക്കാൻ പാടില്ല. നേദിക്കാനുള്ളതോ? വീട്ടിലാണോ നേദിക്കുന്നേ? അമ്പലത്തിലല്ലേ? ചുമ്മാ പറ്റിക്കാതെ ചേച്ചി, ഞാൻ അടുത്ത് കുടിച്ചോളാം. അയ്യോ അനിയൻകുട്ടാ, അത് പൂജക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്ത് പൂജ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അച്ഛൻ വരുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതെന്ത് പൂജയാണെന്ന്. നിനക്ക് പായസം പോരെ? ഞാൻ വേറെ ഉണ്ടാക്കി തരാം. ഇനി എനിക്ക് ആ പായസം വേണ്ട, ഈ പായസം മതി. അനിയൻകുട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ചേടാ, പായസം ചോദിച്ചിട്ട് ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇതിലെന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. എന്തായാലും അച്ഛനോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. അച്ഛനൊന്ന് വന്നോട്ടെ. ആ എന്നാലേ എനിക്കും ചിലത് ചോദിക്കാനുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിനക്ക് മാത്സിന് എത്ര മാർക്കാ? ക്ലാസ്സിൽ ഫസ്റ്റ് ഞാനാ. ഫസ്റ്റോ സെക്കൻഡോ അതൊന്നും എനിക്കറിയണ്ട. 4 മാർക്ക് കുറവാ. നീ എന്തിനാടാ പഠിക്കാൻ പോകുന്നത്? അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, ഞാനും പറയുന്നുണ്ട്. നിനക്ക് പ്രധാന പഠിത്തമല്ല മറ്റു പലതും ആണല്ലോ. അച്ഛൻ വരട്ടെ, ശരിയാക്കി തരാം. എന്ത് പൂജയാണ് പോലും. അല്ല, തിരുമേനിക്ക് എന്തെല്ലാം പൂജ അറിയാം? ഒരു വടി കൊടുത്ത് അടി വാങ്ങിക്കാതെ പോയിരുന്നു പഠിക്കാൻ നോക്കണ ചക്ക. പോടാ. ആഹാ, ആന്റി ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ റൂമിൽ പോയി നോക്കിയായിരുന്നു. ആന്റി ഉള്ളത് പറയാലോ, സൂപ്പ് നല്ല സൂപ്പർ ആയിരുന്നു ആന്റി. നല്ല ചൂടും ഒരു പ്രത്യേക ടേസ്റ്റും. ഏതായാലും അവക്ക് കൊടുക്കാത്തത് നന്നായി പോയി. ആന്റി, നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ? എനിക്ക് അടി കിട്ടിയത് പോട്ടെ, ഞാൻ അതല്ല ആലോചിക്കുന്നത്.
ആന്റിയെ തൃച്ചംബരത്തുനിന്ന് ഗെറ്റ് ഔട്ട് അടിക്കാൻ മാത്രം അവളാരാ? കഴിഞ്ഞ 20 കൊല്ലങ്ങളായി തൃച്ചംബരത്തെ ഇളയ തമ്പുരാട്ടിയാണ് ആന്റി. അവളോ? അവൾ ഇതുവരെ തൃച്ചംബരത്തെ ആരും ആയിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവള് ആന്റിയോട് ഇങ്ങനെ പെരുമാറിയെന്ന് വെച്ചാ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അഖിലാണ്ടേശ്വരി ആന്റി കഴിഞ്ഞ അടുത്ത സ്ഥാനത്തുള്ളത് ആന്റി. തൃച്ചംബരത്തെ സർവ്വ അധികാരങ്ങളുള്ളത് ആന്റിക്ക. അങ്ങനെയുള്ള ആന്റിയെ അവള് ഇതൊരുമാതിരി മറ്റേ വേലി കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചതുപോലെ ആയിപ്പോയി. ആന്റിയെ പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആന്റി എന്തെങ്കിലും പറയുമെന്ന് കരുതിയ ഞാൻ വിടാതിരുന്നത്. ആന്റിക്ക് എന്താ അവളെ പേടിയാണോ? മതിയടി എരി തീയിൽ എണ്ണ ഒഴിച്ചത്. അവള് വിളിച്ചു പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പാഴ്വാക്കുകൾ മാത്രം പറയുന്നവളാണെന്ന്, അതായത് പാഴ്ത്തടിയാണെന്ന്. എന്റെ വാക്കുകൾ പാഴ്വാക്കാണോന്ന് ഞാൻ അവക്ക് മനസ്സിലാക്കി കൊടുക്കാം. തൃച്ചംബരത്ത് യഥാർത്ഥ മരുമകൾ സ്ഥാനമുള്ള നന്ദനയെ ഞാൻ പുല്ലുപോലെ ഒതുക്കിയതാ. ഇപ്പൊ ഞാൻ പറയുന്നതേ അവൾ അനുസരിക്കൂ. ഞാനൊന്ന് കടുപ്പിച്ചു നോക്കിയാ അവൾ അവിടെ നിൽക്കും. പിന്നെയാണോ ഇവള്? ആരോ വരുന്നുണ്ടല്ലോ. അഖിലാന്റെ ഓഫീസിൽ പോയിട്ട് ഉടനെ ഇങ്ങ് പോന്നോ? ഞാൻ പോയി നോക്കിട്ട് വരാവേ. ആന്റി, ആന്റി പേര് പറഞ്ഞ് നാവെടുത്ത് അകത്തിട്ടില്ല. അതിനു മുമ്പ് നന്ദന വന്നിട്ടുണ്ട്. ഏതായാലും 100 ആയുസ. ആഹാ, മോളെ നന്ദനെ. അയ്യോ, നീ വരുന്ന കാര്യം ആന്റി അറിഞ്ഞേയില്ല. അല്ല, നീ എന്താ ഇപ്പൊ ടാക്സിയില്? അരവിന്ദ് വിളിക്കാൻ വന്നില്ലേ? ഇല്ല, എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേടാണല്ലോ എനിക്കിവിടെ. നന്ദനെ നിക്ക്, ചോദിക്കട്ടെ, പോയ കാര്യമൊക്കെ സക്സസ് ആണോ? എനിക്ക് ഒന്ന് ഫ്രഷ് ആവണം. ചോദ്യം പറച്ചിലും ഒക്കെ പിന്നെ ആവാം. ആന്റി, ഇവളുടെ ഈ വരവും അത്ര പന്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആന്റി വിഷമിക്കണ്ട, ഏതൊരു കുന്നിനും ഒരു ഇറക്കം കാണുമല്ലോ. ഞാനൊന്ന് നോക്കിയ അവളവിടെ നിൽക്കും. ആനന്ദേ, ദേ, നീ ഇങ്ങനെ ഫോൺ വിളിച്ചും പായസം വെപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. കല്യാണത്തിന് ഇനി അധികം നാളില്ല. നിന്റെയും കല്യാണിയുടെ കല്യാണം അല്ല ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് നീ ഓർക്കണം. നിന്റെ പ്ലാൻ എന്താ? അത് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? നിക്ക്, ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. നിന്റെ A to Z കാര്യങ്ങൾ അറിയാവുന്നവനാ ഞാൻ. എന്താ നിന്റെ ഉള്ളില്? പറയ്. സുബ്രു, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിനക്കറിയില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്ന ഒരാള്. എന്നെ മാത്രമല്ല, എന്റെ മനസ്സും വായിച്ചെടുത്ത ഒരാൾ ഈ തൃച്ചംബരത്തുണ്ട്. അതാരെ എന്നെക്കാൾ നിന്നെ മനസ്സിലാക്കുന്ന ഒരാള്?
സുബ്രു ഉണ്ടായിരുന്നു. സുബ്രു ലീവ് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയില്ല അല്ലേ? ഇല്ലെങ്കിലേ സർക്കാർ ജോലിയാണ്, അത് വെറുതെ കളയരുത്. അതിന്റെ മൂല്യമൊന്നും വേറെയാ. ആ അച്ഛൻ നിങ്ങളുടെ ചർച്ചയ്ക്കൊന്നും തടസ്സമാകുന്നില്ല. വന്ന കാര്യം പറയാം. അമ്മ ഓഫീസിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. ഇളയച്ചൻ അത്യാവശ്യമായിട്ട് അമ്മയെ ഹരിദ്വാറിലോട്ട് വരാൻ പറഞ്ഞിരിക്കുക. ഹരിദ്വാറിലേക്കോ? അതെ, അവിടെ ഏതോ വിശേഷപ്പെട്ട ഒരു പൂജ നടത്തിയാൽ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ മാറുമെന്നാണ് ഇളയച്ചൻ പറഞ്ഞിരിക്കുന്നത്. ഇളയച്ചൻ പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് മറുവാക്കില്ലല്ലോ. അമ്മയോടൊപ്പം അച്ഛനും കൂടെ പോവുകയാണ്. അഖില ഇങ്ങോട്ട് വരില്ല, നേരെ എയർപോർട്ടിലേക്ക് വരും. അച്ഛൻ യാത്ര ചെയ്യരുതെന്ന ഡോക്ടർമാര്. അതൊന്നും സാരമില്ല, വല്ലപ്പോഴൊക്കെ ചെറിയ തീർത്ഥാടനമൊക്കെ ആകാം. മാത്രമല്ല അഖില ഒറ്റയ്ക്ക് അത് ശരിയാവില്ല. ഹരിദ്വാർ അങ്ങ് ഉത്തരാഖണ്ഡിലല്ലേ അങ്കിളെ? അതെ, ഡെറാഡൂൺ എയർപോർട്ടിൽ നിന്ന് ഒരു മണിക്കൂറിനകത്തുള്ള യാത്രയുണ്ട്. ഒരു 3-4 ദിവസത്തിനകത്ത് ഞങ്ങൾ തിരിച്ചെത്തും. പിന്നെ പ്രധാനമായിട്ട് വന്നത് മറ്റന്നാൾ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് വച്ചിട്ടുണ്ട്. അത് മറ്റൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യണം. ഇന്ന് തന്നെ അറിയിപ്പ് വേണം. എന്നാ ശരി, ഞാൻ പോകാനുള്ള ഏർപ്പാടാകട്ടെ. ശരി അച്ഛാ. വിലാസിനി. ആ ശിവരാമേട്ട, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വരികയായിരുന്നു. ആ എന്താ ശിവരാമേട്ട? എനിക്കും അഖിലേക്കും ഒരു യാത്രയുണ്ട്. ആ കല്യാണം നടക്കാൻ പോകുന്ന ഒരു വീടാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. വേണ്ട വേണ്ട വേണ്ട, ശിവരാമേട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. മടങ്ങി വരുന്നത് വരെ ഇവിടെ ഒക്കെ നോക്കിക്കൊള്ളണമെന്നല്ലേ, അത് ഞാൻ ഏറ്റു. എന്നാലേ അതല്ല, 2 ദിവസം ഞാനും അഖിലയും ഇവിടെ കാണില്ല എന്ന് കരുതി നീ നിന്റെ തനി സ്വഭാവം പുറത്തെടുത്താലുണ്ടല്ലോ. പറഞ്ഞേക്കാം. ശിവരാമേട്ടാ. അതെ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് ഞാൻ വരുമ്പോ അറിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ആനന്ദിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പോയാ പിന്നെ ഈ വീട് അങ്ങ് ഉറങ്ങി പോകുമല്ലോ. ശരി ശരി. ശിവരാമേട്ടാ, മെഡിസിൻ എടുക്കാൻ മറക്കല്ലേ. അല്ല, എന്താ ഇവിടെ വലിയ ചിരിയും കളിയൊന്നും വേണ്ട. അഖിലേച്ചി വരുന്നത് വരെ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്റെ കൺട്രോളില. അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നാ എല്ലാവർക്കും കൊള്ളാം. അതിനി ഇവിടെ ഉള്ളതാണെങ്കിലും വന്നു കേറിയവരാണെങ്കിലും. മനസ്സിലായല്ലോ? അച്ചു, നിന്റെ ഇളയച്ചൻ ബിസിനസ് ടൂറിന് പോയിട്ട് മടങ്ങി വരാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ആന്റി, മാഡം കോഫി. എല്ലാവരും കൂടി കേൾക്കാനാ. ഇനി 3-4 ദിവസത്തേക്ക് അഖിലേച്ചി ഇല്ല. ഞാൻ പറയുന്നതാ ചട്ടം. ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ചോണം. ഇല്ലെങ്കിൽ ഇതായിരിക്കും അനുഭവം. ആന്റി, പതുക്കെ ഒച്ച എടുക്കരുത്.
ഇനി എന്റെ ശബ്ദം മാത്രം മതി ഇവിടെ. എന്താ ആന്റി എന്തിനാ അവൾ അടിച്ചേന്ന്? വെറുതെ ഒരു നടയടി. അഖിലാണ്ടേശ്വരിയുടെ ചാർജ് ഏറ്റെടുത്തതല്ലേ, അതിന്റെ വകയിൽ കൂട്ടിയാ മതി. ഓ ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ശരി വച്ചേ. ശരി കൃഷ്ണേട്ടാ. ആന്റി, ആ നന്ദനയോ? മോളെപ്പ എത്തി? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ആന്റി എവിടെ? ആ ദേ ഇപ്പൊ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഏതായാലും മോളിപ്പോ വന്നത് നന്നായി. ഞാനും അഖിലയും കൂടെ ഹരിദ്വാറിലേക്കൊന്ന് പോവുകയാണ്. അവിടെ ഒരു അമ്പലത്തിൽ കുടുംബദോഷം മാറാൻ എന്തോ അടിയന്തര പൂജ ചെയ്യണമെന്ന്. എല്ലാ ഇളയച്ചന്റെ ഏർപ്പാടാ. അഖില ഓഫീസിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഞാനും പുറപ്പെടാൻ ഇറങ്ങിയായിരുന്നു. മോളം നിന്ന് എന്ത് പറ്റും മോളെ? മുഖത്തൊരു വല്ലായ്മ? അത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നോണ്ടാങ്ങളെ. ഹേ, ഇത് ക്ഷീണം കൊണ്ടുള്ള വല്ലായ്മയാണെന്ന് തോന്നുന്നില്ല. അങ്കിള് മോളെക്കാളും ഒത്തിരി ജീവിതം കണ്ടതാ. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ വേദനയും ശരീരത്തിന്റെ വേദനയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അരവിന്ദ് മാറ്റിപ്പോഴും പൂർണ്ണമാറ്റം അടുത്തില്ലാന്ന് തോന്നുന്നു. കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇന്ന് മോളെ പിക്ക് ചെയ്യാനായിട്ട് അവന് ഓഫീസ് തിരക്കിനിടയിൽ സമയം കിട്ടിക്കാണത്തില്ല. എല്ലാം ശരിയാവും. ആ മോള് സമാധാനിക്കേ. ഇഷ്ടമില്ലെങ്കിൽ സമയമുണ്ടെങ്കിലും ചിലര് തിരക്ക് അഭിനയിക്കും. ഈ തിരക്കിന് അവഗണന എന്നൊരു അർത്ഥം കൂടി ഉണ്ടെങ്കിൽ. മോളെ നീ എഴുതാപ്പുറമൊന്നും വായിക്കാൻ നിൽക്കണ്ട. നോക്ക്, ആന്റിയും അങ്കിളും ഇവിടെ ഇല്ലാത്തതാ. തിരികെ വരും വരെ മോള് വന്ന സ്ഥിതിക്ക് മരുമകളെയാണ് വീട് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. മോള് വേണം എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ. അറിയാലോ വിലാസിനിയെ, അഖില ഇല്ലാത്ത സമയം നോക്കി ഉണ്ടാക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും അവൾ ഉണ്ടാക്കും. അപ്പോ മോളെ ഫ്ലൈറ്റിന് സമയമായി. അപ്പൊ എല്ലാം പറഞ്ഞ ഓക്കെ. ആ എത്തിയപ്പോഴേ ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഇനി 4-5 ദിവസം അഖില ആന്റിയും അങ്കിളും ഇല്ല. വിലാസിനിയുടെ വിളയാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. വന്നപ്പോഴേ ഒന്ന് ചൊറിഞ്ഞു തുടങ്ങിയതാ. അവളെ ഒതുക്കണം. ഏതായാലും നീ ഇപ്പോ അടുപ്പത്തിനും അകൽച്ചയ്ക്കും വഴങ്ങാതെ ഒരു ദൂരത്ത് വേണം നിൽക്കാൻ. നീ അപ്പപ്പോ കാര്യങ്ങൾ അമ്മയെ വിളിച്ചു പറയും. കരുക്കൾ നീക്കുന്ന വിധം അമ്മ പറഞ്ഞു തരാം. അമ്മേ, പടച്ചട്ടയോ പടയാളികളോ ഇല്ലാതെ ശത്രുപാളയത്തിൽ അകപ്പെട്ട അവസ്ഥയാണ് എന്റേതെന്ന് ഓർക്കണം. നീ ആ ചുവരുകൾക്കുള്ളിൽ സുരക്ഷിതയാണെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പാ. വരട്ടെ, നമുക്ക് നോക്കാം.